ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു തആല ആ നിലയിൽ ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഇസ്ലാമിക പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചാണ് ഇന്നലെ എൻ്റെ സ്നേഹിതന്മാരെ ഈയുള്ളവൻ കേൾപ്പിച്ചത്. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നത്തിനും പ്രയാസങ്ങൾക്കും പരിഹാരം കാണേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെയാണ്. അതവൻ്റെ വിശ്വാസ കാര്യങ്ങളാകട്ടെ, ആരാധനാപരമായ കാര്യങ്ങളാകട്ടെ, കർമ്മങ്ങളാകട്ടെ, സ്വഭാവങ്ങളാകട്ടെ, എന്തും എൻ്റെ ഖുർആൻ, എൻ്റെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതെന്ത് പറയുന്നു എന്ന നിലപാടാണ് ഏത് വിഷയത്തിലും നാം സ്വീകരിക്കേണ്ടത്. ലോകം മുഴുവനും ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മറ്റൊന്നാണെങ്കിൽ അതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ്. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും നമ്മിലൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. നമ്മൾ അറിവ് കുറഞ്ഞവരാ, നമ്മൾ തുലോം അറിവില്ലാത്തവരാ. അതുകൊണ്ട് ഇന്നയാൾ പറഞ്ഞതുപോലെ കേട്ട് പഠിച്ച് ചെയ്യുകയേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നാം ചോദിക്കാറുണ്ട്. സ്വാഭാവികമായ രീതിയിൽ തെറ്റില്ല. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. പക്ഷേ നാം ചോദിക്കേണ്ടത് ഈ വിഷയത്തോട് ഖുർആൻ എന്ത് പറയുന്നു, എനിക്കറിയേണ്ട വിഷയത്തിൽ ഹദീസ് എന്ത് പറയുന്നു, അതല്ലാതെ നമ്മുടെ മദ്ഹബ് എന്ത് പറയുന്നു, നമ്മുടെ ഹോജ എന്ത് പറയുന്നു, നമ്മുടെ ഉസ്താദ് എന്ത് പറയുന്നു എന്നല്ല. ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ രണ്ട് പ്രമാണങ്ങളിൽ ഒന്നായ ഖുർആനും അതേപോലെ തന്നെയുള്ള പ്രമാണമായ ഹദീസും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ആ അഭിപ്രായമാണ് പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടാ ആരെയും ഇകഴ്ത്താനോ ആരെയും കൊച്ചാക്കാനോ ആരെയും പദവിയിലപ്പുറത്തേക്ക് ഉയർത്താനോ വേണ്ടിയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ തെറ്റ് പറ്റാതിരിക്കൂ. അതുകൊണ്ടാണ്
ഖുർആൻ സൂചിപ്പിച്ചതും ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല, നിങ്ങളാരും മുഅ്മിനാവുകയില്ല ഏതുവരെ ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരുമാനം കൽപ്പിക്കുന്നയാളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് വരെ, ഖുർആനും ഹദീസും നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ, ആ സ്വീകരിക്കുന്ന വിഷയത്തിൽ മനസ്സിൽ ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ഇതുവരെ പഠിച്ചത് ഇതിന് വിരുദ്ധമാണല്ലോ, ഇപ്പോൾ ഒരായത്ത് കേൾക്കുമ്പോൾ ഒരു ഹദീസ് കേൾക്കുമ്പോൾ ഞാനിത് ചെയ്യണം, ചെയ്താലേ മുസ്ലിം ആവുകയുള്ളൂ. അല്ലേ? എല്ലാവർക്കും തെറ്റ് പറ്റാം, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടവരെ തെറ്റ് പറ്റില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം ഷാഫി ഇറാഖിൽ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് ഈജിപ്തിൽ വന്നപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ മാറ്റി. ഇമാം ഷാഫി ഇറാഖിൽ പലതും ചെയ്യണമെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ ഈജിപ്തിലെത്തിയപ്പോൾ പറഞ്ഞു, ജദീദായ ഖൗലിൽ കാണാം ആ അഭിപ്രായങ്ങൾ സ്വീകരിക്കല്ല, ഈ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ ഇറാഖിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പല അഭിപ്രായങ്ങളും ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ ആ അഭിപ്രായം മാറ്റി, ഇന്നതാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ ഇമാം ഷാഫിക്ക് തന്നെ രണ്ട് ഖൗലുണ്ടായത്? ഖദീമായ ഖൗല്, പഴയ ഖൗല്, പുതിയ ഖൗല് എന്തുകൊണ്ടുണ്ടായി? ആദ്യകാലത്ത് ഇമാം ഷാഫി ഇറാഖിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ഹദീസ് ശേഖരിച്ചു. പക്ഷെ ഈജിപ്തിലെത്തിയപ്പോൾ മനസ്സിലായി അന്ന് ശേഖരിച്ച പല ഹദീസുകളും തെളിവിന് കൊള്ളാത്തതാണ്, അഥവാ ദുർബല ഹദീസുകളാ. അതേപോലെ തന്നെ ഇമാം ഷാഫിക്ക് മനസ്സിലായി, ഞാൻ ഇറാഖിലുള്ളപ്പോൾ പലതും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതൊക്കെ തെറ്റാണ്, അതൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് ഇമാം ഷാഫി തന്നെ രണ്ട് ഖൗലും ഉദ്ധരിച്ചത് കാണാം. എന്തിനാണിത്? മനുഷ്യരാ, കിട്ടിയ അറിവനുസരിച്ചുകൊണ്ടാ ഓരോരുത്തരും അറിവ് വ്യാപിപ്പിക്കുന്നത്. ഇനിയോ ഇമാമുമാര് മാറ്റാത്തത് ഇമാമുമാരുടെ ശിഷ്യന്മാര് മാറ്റിയില്ലേ? അല്ലേ? ഇമാം ഷാഫിയെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ഇമാം ഷാഫി കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാമെന്നാ പറഞ്ഞത്. പക്ഷേ സ്വഹീഹായ ഹദീസിൽ കാണാം കുങ്കുമ നിറത്തിലുള്ള ഹദീസുകൾ അത് വിരുദ്ധമാണ്, ഇസ്ലാം നിരോധിച്ചതാണ്. എന്നിട്ട് ഇമാം ഷാഫിയുടെ ഈ അഭിപ്രായത്തെ രണ്ടാം ഷാഫിയായ ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലൗ ബലഗത് ഹാദിഹിൽ അഹാദീസ് അഷ്ശാഫി ലഖാല ബിഹാ. കുങ്കുമ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം ആ ഹദീസ് തെളിവ് പിടിക്കുമായിരുന്നു ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇമാം നവവി ഈ ഹദീസിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പറയുന്നു, ഇത് തന്നെയായിരുന്നു ഇമാം ഷാഫിയും പറയുക. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? ഇദാ കാന ഹദീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫ ഖൗലി ഫഅമലു ബിൽ ഹദീസ് വദഉ ഖൗലി എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഷാഫി ഇമാം തന്നെ തൻ്റെ അഭിപ്രായത്തെ പിൽക്കാലത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഹനഫി മദ്ഹബ് നോക്കൂ നിങ്ങൾ. ഹനഫി മദ്ഹബിലെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ അല്ലേ, അബൂ യൂസുഫും മുഹമ്മദ് ബിനു ഹസനു ഷൈബാനിയും ഇമാം അബൂ ഹനീഫയുടെ രണ്ട് ശിഷ്യന്മാരാണ്. ഹനഫി മദ്ഹബിലെ 1/3 മസ്അലകൾ ഇവർ മാറ്റിയിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലെ 1/3 അഭിപ്രായങ്ങൾ ഇവർ മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ആ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും ഹദീസുകൾക്ക് വിരുദ്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട്
എൻ്റെ സ്നേഹിതന്മാരോട് വളരെ സ്നേഹത്തോടുകൂടി ഉണർത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഒരു മദ്ഹബിനെയും അന്ധമായിട്ട് നാം തഖ്ലീദ് ചെയ്യരുത് എന്ന പറയുന്നത്. എന്ത് നാം ചെയ്യണം? ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരുന്നു. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ മദ്ഹബുകാരനാണ്, ഞാൻ ഷാഫിയാണ്, അതല്ല ഞാൻ കേരളത്തിലെ തെക്ക് ജില്ലയിൽപ്പെടുന്ന ഹനഫിക്കാരനാ, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒമാനിലെ മറ്റുള്ള നാട്ടിലെ മാലിക്കി മദ്ഹബുകാരനാ, അതല്ലെങ്കിൽ ഞാൻ ഹംബലിക്കാരനാ എന്ന് പറഞ്ഞ് എൻ്റെ മദ്ഹബ് പറഞ്ഞതേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അത് പാടില്ല. മറിച്ചോ, ഒരു വിഷയത്തിൽ 4 മദ്ഹബെക്കുറിച്ച് നാം പഠിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ടോ ഈ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, അത് ഏത് മദ്ഹബ് പറഞ്ഞാലും നമ്മൾക്ക് സ്വീകരിക്കാം. ഒരു പക്ഷേ 4 മദ്ഹബും അത് പറയും. ഖുർആനിനും സുന്നത്തിനും യോജിച്ചതായത് ഇതല്ല, ഒരു പക്ഷേ ഒരു മദ്ഹബിൽ തെറ്റുപറ്റും. ഇന്നലെ ഞാൻ കേൾപ്പിച്ചില്ലേ, ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഞാൻ ഷാഫിയാണെന്ന് വാശി പിടിച്ചിട്ട് ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമെന്ന് കടും വാശി പിടിക്കണോ? ആ വ്യക്തിക്ക് തവാഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മറിച്ചോ, അവരവിടെ പഠിക്കുന്നു. എന്താണ് ഇസ്ലാം ഇതിന് പറയുന്നത്? എന്താണ് ഇസ്ലാം ഇതിന് പറയുന്നത്? എന്താണ് മറ്റുള്ള മദ്ഹബുകൾ ഇത് പറയുന്നത്? ഖുർആനും സുന്നത്തും ഏത് മദ്ഹബ് പറഞ്ഞാലും ആ മദ്ഹബ് നമ്മൾക്ക് സ്വീകരിക്കാം. ഇല്ലേ പ്രിയപ്പെട്ട സഹോദര, ഇസ്ലാമിലെ പല നന്മകളും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇസ്ലാം നിഷിദ്ധമാക്കിയ പലതും നാം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരാൾ ഇമാം ഷാഫിയുടെ ആളാണെന്ന് വാശി പിടിച്ചാൽ കുങ്കുമ നിറത്തിലെ വസ്ത്രം ധരിക്കാമെന്ന് പറയേണ്ടി വരും. കുറ്റം കിട്ടും ആ വസ്ത്രം ധരിച്ചാൽ. അള്ളാഹ് ഹറാമാക്കിയ വസ്ത്രമാണത്, അല്ലേ? ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ ഒന്നിലേ ചേരൂ എന്ന നിലക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വാശി പിടിക്കാൻ പാടില്ല. എങ്കിൽ പല സുന്നത്തുകളും നാം നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇന്നലെ പറഞ്ഞ അത് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വലാ ഉഹിബ്ബു തസ്വീബ ഫി സുബ്ഹി വലാ ഗൈരിഹാ ലിഅന്ന അബാ മഹ്ദൂറ ലം യഹ്കിൻ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അമറ ബിത്തസ്വീബ് ഫഅക്റഹു സിയാദത ഫിൽ ആദാൻ വഅക്റഹു തസ്വീബ ബഅദ. ഇമാം ഷാഫിയ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ അൽ ഉമ്മിലാണ് ഇമാം ഷാഫി എന്ത് പറയുന്നത്? വലാ ഉഹിബ്ബു തസ്വീബ, സുബഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കുന്നത് എനിക്കിഷ്ടമില്ല. വലാ ഗൈരിഹ, അതല്ലാത്തതും അധികരിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ഹദീസിൻ്റെ റിപ്പോർട്ടറായ അബാ മഹ്ദൂറ നബിയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇതാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ ഫഅക്റഹു അസ്സിയാദ, ഞാൻ സുബഹി ബാങ്കിൽ എന്തെങ്കിലും അധികരിക്കുന്നത് വെറുക്കുന്നു. ഫിൽ ആദാൻ, ബാങ്കിൽ. അതേപോലെ തന്നെ സുബഹി ബാങ്കിലോ അതിൻ്റെ ശേഷമോ ഈ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കുന്നത് എനിക്ക് വെറുപ്പാണ്, എനിക്കിഷ്ടമില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനും എന്ത് പറയുന്നു? മറുപടി പറയാണ്, ഇമാം ഷാഫിക്ക് ഈ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഈ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ റൂട്ട് മൻഹജ് എന്താ? ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലുള്ളാഹ്. ഇമാം നബവി പറയാണ്, സുബഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കൊടുക്കണമെന്ന് സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം ഷാഫി പറയുന്നു, എൻ്റെ വാക്കിനെതിരെ സ്വഹീഹായ ഹദീസ് വന്നാൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, നിങ്ങൾ അതാണ് പ്രാവർത്തികമാക്കേണ്ടത്. അതുകൊണ്ട് ആ നിലയ്ക്ക് ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം നവവി ഇമാം ഷാഫിയെ കൊച്ചാക്കിയോ ചെറുതാക്കിയോ ഇല്ല. മറിച്ചെന്ത്? ഖുർആൻ സുന്നത്ത് അത് പ്രമാണമായി സ്വീകരിച്ചു. അതിന് ഇമാം ഷാഫി എന്ത് പറയുന്നു എന്ന് നോക്കി. രണ്ടാമത് നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിൽ ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു അസ്വലാത്ത് ബിത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ കൊണ്ടായിരുന്നു നിസ്കാരം ആരംഭിച്ചത്.
അല്ലേ? കാന റസൂലുള്ളാഹി ഇദാ ഖാമ ഇല സ്വലാത്ത് യസ്തഖ്ബിലുൽ ഖിബ്ല വറഫഅ യദൈഹി വയഖൂലു അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ സഫിൽ നിൽക്കും, കൈ ഉയർത്തും, അല്ലാഹു അക്ബർ പറയും, എന്നിട്ടാ കൈ കെട്ടുക. എന്നാൽ ഒരാൾ പറയാണ് ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്, ഞാൻ അതേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം എന്താ പ്രിയപ്പെട്ടവരെ? തക്ബീർ കൊണ്ട് തന്നെ തുടങ്ങണമെന്നില്ല. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, സുബ്ഹാനല്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ് പറയാം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ഏത് വാചകങ്ങളും പറയാം. എന്താ കാരണം? അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്, അതേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഹനഫി മദ്ഹബിൽ എന്ത് ദിക്ർ കൊണ്ടും പറയാം. മാത്രമല്ല ഏത് ഭാഷയിലും പറയാം. ഒരു ഉറുദുക്കാരൻ ഖുദാ ബഡാഹെ എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ തെറ്റില്ല. കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഫലൗ നതഖ ബിഹാ ബിലുഗത്തിൻ ഉഖറ ഫഇന്ന സ്വലാത്തഹു തസിഹു. ഏത് ഭാഷയിൽ പറഞ്ഞാലും, ഏത് ഭാഷയിൽ അല്ലാഹു അക്ബർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അറബിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഹനഫി മദ്ഹബിൽ അത് ശരിയാകും. പക്ഷേ വിരുദ്ധമാണ്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലം പരിശോധിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ നിലക്ക് കൈ ഉയർത്തുക തന്നെ വേണം, തക്ബീർ ചൊല്ലുക തന്നെ വേണം. ഇതുകൊണ്ടാ അന്ധമായിട്ട് നാം ഒരു മദ്ഹബിനെയും ഞാൻ അതേ ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞോ ചെയ്യാം, റസൂൽ പറഞ്ഞോ ചെയ്യാം. ആ അഭിപ്രായങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ, അതേപോലെ സ്വഹീഹായ ഹദീസുകളെ ഏത് മദ്ഹബ് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ നാം അത് സ്വീകരിക്കാം. ഇല്ലേ? ആ മദ്ഹബിൻ്റെ അഭിപ്രായത്തെ താൽക്കാലികമായി നാം മാറ്റിവെക്കണം. എന്തിനാ? ഖുർആനാണ് എൻ്റെ ഇമാം. എൻ്റെ ഖബറിൽ എൻ്റെ ഇമാമാരെന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആനു ഇമാമി, എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയണം. ഇനിയോ നമസ്കാരത്തിൽ കൈ ഉയർത്തുന്ന വിഷയം, 4 സമയത്ത് കൈ ഉയർത്തണം. അല്ലാഹു അക്ബർ എന്ന് പ്രാരംഭത്തിൽ കൈ ഉയർത്തണം, റുക്കൂഇലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം, ഇഅ്തിദാലിലേക്ക് സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. 4മത്തേതോ 2 റക്അത്തിൽ കൂടുതലുള്ള നമസ്കാരങ്ങളിൽ 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അപ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. 4ഉം പഠിക്കുക. 1 കൈ കെട്ടുമ്പോൾ, ആദ്യം പ്രാരംഭത്തിൽ കൈ കെട്ടുമ്പോൾ, 2ാമത് റുക്കൂഇൽ പോകുമ്പോൾ, 3ാമത് ഇഅ്തിദാലിൽ വരുമ്പോൾ, 4ാമത് 1ാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അപ്പോഴും എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. എന്നാൽ ഹനഫി മദ്ഹബിൽ ഇത് ബിദ്അത്താ. ഹനഫി മദ്ഹബിൽ ഇങ്ങനെ 4 സമയത്ത് കൈ ഉയർത്തുന്നത് അത് ബിദ്അത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഹനഫിക്കാർ, അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യക്കാർ ഈ രീതിയിൽ കൈ ഉയർത്താത്തത്. നാം ഹനഫിയാണെന്ന് വാശി പിടിച്ച് ഉയർത്താതിരിക്കണോ, അതോ റസൂലുള്ള പഠിപ്പിച്ച ഹദീസ് സ്വഹീഹായ നിലക്ക് ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും മറ്റുള്ള ഈ ഹദീസിനൊക്കെ സ്വീകരിക്കുന്ന 40ഓളം മദ്ഹബും പ്രിയപ്പെട്ടവരെ ഉയർത്തുമ്പോൾ കൂടെ നാം ഉയർത്തണോ? എന്ത് ചെയ്യണം? ഇവിടെയാ അന്ധമായിട്ട് അനുകരിക്കാൻ പാടില്ല. കൈ ഉയർത്തണം. നമ്മൾ ഹനഫി മദ്ഹബാണ് നീ പറഞ്ഞോ, പ്രശ്നമില്ല, പക്ഷേ കൈ ഉയർത്തണം. അതാണ് സുന്നത്ത്. ഇനിയോ നമ്മളൊക്കെ നിസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രസയിൽ പഠിച്ച നമ്മളൊക്കെ പഠിക്കുന്ന പ്രാർത്ഥന അതാണ്. ഒരു പക്ഷേ ആ പ്രാർത്ഥന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ഏത് പ്രാർത്ഥനയും നമ്മൾക്ക് പ്രാരംഭത്തിൽ ചെല്ലാവുന്നതാണ്. എന്നാൽ ഹനഫി മദ്ഹബുകാർ പറയുന്നു പ്രാരംഭത്തിൽ പ്രാർത്ഥന നല്ലതല്ല, പ്രാരംഭത്തിൽ അങ്ങനെ പ്രാർത്ഥനയില്ല, അത് ചൊല്ലേണ്ട ആവശ്യമില്ല, അത് നല്ലതല്ല എന്ന് ഹനഫി മദ്ഹബ് പറയുന്നു. എന്ത് സ്വീകരിക്കണം ഒരു മുസ്ലിം? ഞാനൊരു മദ്ഹബിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ആ മദ്ഹബിൽ കടുംപിടുത്തം പിടിക്കണോ? വേണ്ട. മറിച്ചോ മറ്റുള്ള മദ്ഹബിനെ കുറിച്ച് പഠിക്കുക. ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, അത് പഠിക്കുക. എന്നിട്ട് ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെല്ലേണ്ടതുണ്ട്. ഇനിയോ ഫാത്തിഹ ഓതുമ്പോൾ വലദ്ദാലീൻ എന്ന് ഇമാം പറയുമ്പോൾ, ഇമാം പിന്നീട് ആമീൻ പറയുമ്പോൾ നമ്മളൊക്കെ ഉറക്കെ ആമീൻ പറയണം. മദീനത്തെ പള്ളിയിൽ
സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ ആ ശബ്ദം കൊണ്ട് പള്ളിയാകെ കിടുകിടുക്കുമായിരുന്നു, അല്ലേ? ഉച്ചത്തിൽ ആമീൻ പറയണം. എന്നാലോ ഹനഫി മദ്ഹബുകാരുടെ വീക്ഷണത്തിൽ വസ്സുന്നത്തു ഫീഹാ അൽ ഇഖ്ഫാ, വസ്സുന്നത്തു ഫീഹാ അൽ ഇഖ്ഫാ. വലല്ലാഹീൻ പറയുമ്പോൾ ആരും ആമീൻ പറയാൻ പാടില്ല, ആമീൻ പറയാൻ പാടില്ല. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ, തെക്ക് ജില്ലകളിലെ പള്ളിയിൽ പോയിട്ട് വടക്കൻ മലബാറിലെ മധ്യ കേരളത്തിലെ ആളുകളൊക്കെ ആമീൻ പറഞ്ഞാൽ കുടുങ്ങിപ്പോകും. എന്താ? ഇവൻ ഒറ്റക്കായിരിക്കും ആമീൻ പറയുക, ചിലപ്പോൾ അടി കിട്ടും ആമീൻ പറഞ്ഞാൽ. എന്തുകൊണ്ടാ? ആ നാടുകളിൽ ഹനഫി മദ്ഹബുകാര ആമീൻ പറയാൻ പാടില്ല, ആമീൻ പറയില്ല. പ്രിയപ്പെട്ടവരെ, ഉച്ചത്തിൽ ആമീൻ പറയൽ ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം വസ്സുന്നത്തു ഫീഹാ അൽ ഇഖ്ഫാ, മിണ്ടാതിരിക്കല, അവിടെ പതുക്കെയാക്കല, ആ നിലക്കാ ചെയ്യേണ്ടത്. ഇതുകൊണ്ടാ പറയുന്നത് ഒരു മദ്ഹബും അന്ധമായിട്ട് നാം തഖ്ലീദ് ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇമാം അബൂ ഹനീഫയോ മറ്റുള്ള പണ്ഡിതന്മാരോ മനപൂർവ്വം പറയണ്ട എന്ന് പറഞ്ഞതല്ല ഇതൊന്നും. മറിച്ചോ അവരുടെ ജീവിതകാലത്ത് അവരെല്ലാ കഴിവിൻ്റെ പരമാവധി പ്രമാണങ്ങൾ ശേഖരിച്ചു. അവർക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് അവർ മരിക്കുന്നതിൻ്റെ മുമ്പേ പറഞ്ഞു വെച്ചു, എനിക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ തെളിവിനേക്കാൾ പിൻബലമായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വഹീഹായ ഹദീസും അതുപോലെ ആയത്തുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ മദ്ഹബ് അതാണ് എന്ന് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്കിഷ്ടം എന്താ? ഇമാം അബൂ ഹനീഫക്ക് എന്താ ഇഷ്ടം? ആമീൻ പറയാതിരിക്കലല്ല, പറയലാണ് ഇഷ്ടം. എന്തുകൊണ്ടാ? എൻ്റെ അഭിപ്രായത്തിനെതിരെ സ്വഹീഹായ ഹദീസ് കണ്ടാൽ അതാണ് ശരി. ഇവിടെ ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായം ശരിയാ, ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായം ശരിയാ. എന്തുകൊണ്ടാ? ആമീൻ പറയണമെന്ന് പറയുന്നുണ്ട്. ഇത് മദ്ഹബ് പറഞ്ഞിട്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത്, മറിച്ചോ ഹദീസ്, ഖുർആനും സ്വഹീഹായ ഹദീസും എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്വീകരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, റുക്കൂഇൽ ഇമാം ഹനഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ റുക്കൂഇൽ കൈ മുട്ടിന് തൊട്ടാൽ മതി, നേരെ നിൽക്കേണ്ടതില്ല. ഒന്ന് തൊട്ടതിനേറ്റ ശരിയായി. നമ്മ ആകെ കുനിഞ്ഞ് നമ്മൾ ഇന്ന് റുക്കൂ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതില്ല. നമ്മുടെ കൈ മുട്ടിന് തൊട്ടോ റുക്കൂആയി. എന്നാലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് കേൾപ്പിച്ചില്ലേ? ഒരാൾ ഓടി വന്ന് കൈകെട്ടി പെട്ടെന്ന് റുക്കൂയിൽ പോയി എഴുന്നേറ്റു, പെട്ടെന്ന് സുജൂദിൽ പോയി എഴുന്നേറ്റു. ഒരടക്കോ ഒതുക്കോ ഇല്ലാത്ത നിസ്കാരം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? മനുഷ്യ, നീ നിസ്കരിച്ചിട്ടില്ല, മടങ്ങിപ്പോയി നിസ്കരിക്ക്. മാ സ്വല്ലൈത, നീ നിസ്കരിച്ചിട്ടില്ല, ഇർജി ഫസല്ലി, മടങ്ങിപ്പോയിട്ട് നീ വീണ്ടും നിസ്കരിക്ക്. അല്ലേ? റുക്കൂയിൽ മുട്ടിന് കൈ തൊട്ടാൽ പോരാ, അടങ്ങി ഒതുങ്ങി റുക്കൂയിൽ നിൽക്കണം. എന്നാൽ ഹനഫി മദ്ഹബിലോ മുട്ടിന് കൈ തൊട്ടാൽ മതി. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഇതൊരു മദ്ഹബിനെ കൊച്ചാക്കലോ കളവാക്കലോ അല്ല. ഇമാം അബൂ ഹനീഫ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ തെളിവെന്താ? എൻ്റെ അഭിപ്രായത്തിനെതിരെ സ്വഹീഹായ ഹദീസ് വന്നാൽ അത് സ്വീകരിക്കണം. ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നു, ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്നു, മറ്റുള്ള മദ്ഹബ് സ്വീകരിക്കുന്നു, നമ്മളതും സ്വീകരിക്കുന്നു. ഇവിടെയൊക്കെ വിഷയം എന്താ? ഏത് വിഷയത്തിൽ നമ്മൾ ഏത് മദ്ഹബിൻ്റെ അഭിപ്രായവും നമ്മൾക്ക് പഠിക്കാം, അന്വേഷിക്കാം, ചെയ്യാം. പക്ഷേ നാം കൊടുക്കുന്ന പ്രാധാന്യം അള്ളാഹുവിൻ്റെ ഖുർആനിനും സുന്നത്തിനുമായിരിക്കണം. ഇതേപോലെ ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായത്തിൽ റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരാതെ നേരെ സുജൂദിലേക്ക് പോയാലും കുഴപ്പമില്ല. ഇത് ഹനഫി മദ്ഹബിലെ ഗ്രന്ഥത്തിലുള്ളതാ. 4 മദ്ഹബിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമുണ്ട്, അല്ലേ? 4 മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളും പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്, നമ്മൾക്കത് വായിക്കാം. അതേപോലെ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇതിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഒരു വിഷയത്തിൽ ഷാഫി മദ്ഹബ് എന്ത് പറയുന്നു, ഹനഫി മദ്ഹബ് എന്ത് പറയുന്നു, മാലിക്കി മദ്ഹബ് എന്ത് പറയുന്നു, അതേപോലെ ഹംബലി മദ്ഹബ് എന്ത് പറയുന്നു, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഷറഹുൽ മുഹദ്ദബിലാണ് പറയുന്നത് എന്ത്? റുക്കൂഇൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോയാലും ഹനഫി മദ്ഹബിൽ തെറ്റല്ല, പക്ഷെ നിസ്കാരം ശരിയല്ല. ഇഅ്തിദാലിലേക്ക് വരണം. അതാണെന്ത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിൽ സുജൂദിൽ നമ്മുടെ മൂക്ക് മാത്രം നിലത്ത് തട്ടിയാൽ മതി. എന്നാലോ പോരാ, മൂക്കും നെറ്റിയും, അല്ലേ, 2 കൈപ്പത്തി നിലത്ത് തട്ടണം.
അതേപോലെ 2 കാൽമുട്ട് തട്ടണം. 2 കാലുകളുടെയും വിരലുകൾ അത് കിബിലക്ക് നേരെയായി അതിൻ്റെ വിരലുകളുടെ പള്ള നിലത്ത് തട്ടണം. മൂക്കും നെറ്റിയും തട്ടണം. 8 അവയവങ്ങൾ തട്ടണം. ഹനഫി മദ്ഹബിലോ മൂക്ക് മാത്രം സുജൂദിൽ തൊട്ടാലും ഇൻഷാ അല്ലാഹ് ആ നിലക്ക് നിസ്കാരം ശരിയാകും. അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എല്ലാ മദ്ഹബുകാരും ചെയ്യാറുണ്ടെന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ട സ്ഥലം വരും, തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലം വരും. ഇപ്പം നമ്മളൊക്കെ സുജൂദ് ചെയ്യുന്നു. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എനിക്ക് വെറുപ്പാണ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിൻ്റെ ഒരു സുജൂദ് എനിക്കിഷ്ടമില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ശരിയാണോ പ്രിയപ്പെട്ടവർ ഈ അഭിപ്രായം? ശരിയല്ല. എന്തുകൊണ്ടാ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇവിടെ തെറ്റില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തെളിവ് അദ്ദേഹം കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടമില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പേ ഒരു വാചകം പറഞ്ഞു വെച്ചു, ലോകത്തെല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും, ഈ മദീനത്തെ ഈ ഖബറിൽ കിടക്കുന്ന നമ്മുടെ നേതാവ് റസൂലുള്ളാഹിക്കൊഴികെ നമ്മൾ അത് സ്വീകരിക്കണം. ഈ വിഷയത്തിൽ ഇമാം മാലിക്കിന് എന്ത് പറ്റി? ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഹനഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പുകാരൻ്റെ കുളി അത് കറാഹത്താണ്. പക്ഷേ അത് തെറ്റാ. നോമ്പുകാർക്ക് കുളിക്കാം, നോമ്പുകാർ കുളിക്കണം. അങ്ങനെ കുളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചതിൻ്റെ തെളിവുകളായിട്ടുള്ള ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായപ്രകാരം ഒരാൾ മറന്നുകൊണ്ട് നോമ്പിന് വെള്ളം കുടിച്ചു പോയാൽ ആ മനുഷ്യൻ നോമ്പ് വീട്ടണം. ആ മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ്റെ നോമ്പ് ബാത്തിലായി വയജിബു അലൈഹിൽ ഖളാ, ആ നോമ്പ് അവൻ വീട്ടണം. പക്ഷേ ഹദീസിൽ കാണാം, ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു പോയാൽ, മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോയാൽ ഫഇന്നല്ലാഹ അത്അമഹു വസഖാ, അവനൊരു കുഴപ്പമില്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ, അള്ളയാണ് അവനെ കുടിപ്പിച്ചത്, അള്ളയാണ് അവനെ കഴിപ്പിച്ചത്. മറന്നാണെങ്കിൽ, അറിയാതെ പറ്റിപ്പോയതാണെങ്കിൽ ഇത് തന്നെയാണ് മറ്റുള്ള മദ്ഹബും പറയുന്നത്. എന്നാൽ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായത്തിൽ ആ മനുഷ്യൻ നോമ്പ് വീട്ടണം. ഈ വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൊടുക്കുന്ന മറുപടി, ലഅല്ല മാലിക് ലം യബ്ലുൽ ഹദീസ്, ഇമാം മാലിക്കിന് ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇമാം നവവി ദേഷ്യം തീർത്തതല്ല, ഇമാം നവവി ഇമാം മാലിക്കിനെ കൊച്ചാക്കിയതല്ല. മറിച്ച് എന്താ ഇമാം നബി പറയുന്നത്? ഷാഫി മദ്ഹബുകാരനായ ഇമാം നബി പറയുന്നു, ഇമാം മാലിക്കിന് ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് വമാലിക് മഅ്ദൂറുൻ, ഇമാം മാലിക് ഈ വിഷയത്തിൽ ഉദുറുള്ളവനാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടാത്തത് കൊണ്ടാ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താ? ഞാൻ ഇമാം മാലിക്കിൻ്റെ ആളാ, ഞാൻ മാലിക്കി മദ്ഹബിൻ്റെ ആളാ. അതുകൊണ്ട് മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോയാലും നോമ്പ് നോറ്റ് വീട്ടണമെന്ന് നിർബന്ധം പറയുന്നയാളായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ മാറാൻ പാടില്ല എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിൻ്റെയും ബേസിക് നമ്മൾ മനസ്സിലാക്കുക, ഖുർആനും ഹദീസുമാണ് നമ്മൾ ഊന്നൽ നൽകേണ്ട പ്രമാണം. അതിനനുസരിച്ച് ആര് പറഞ്ഞോ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും മദ്ഹബിലോ ഏതെങ്കിലും പണ്ഡിതന്മാർക്കോ ഏതെങ്കിലും നാടിലോ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ അഭിപ്രായങ്ങളിലേക്ക് ചായാതെ, ആ അഭിപ്രായങ്ങളിലേക്ക് പോകാതെ, ആ പണ്ഡിതന്മാരെ പരിഗണിച്ചും ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് അവർ എവിടെ നിന്നാണോ തെളിവ് പിടിച്ചത് ആ തെളിവ് പിടിച്ച ഖുർആനിലേക്കും ഹദീസിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? മാറണം. ഇതേപോലെ തന്നെ മറ്റൊരു വിഷയം, കന്യകയുടെ വിവാഹം. അഥവാ ഒരു വേള ആദ്യമായിട്ട് വിവാഹം കഴിക്കപ്പെടുന്ന ഒരു പെണ്ണ് ആ കന്യകയോടും വിവാഹം കഴിക്കുമ്പോൾ സമ്മതം ചോദിക്കണം. എന്താണ് കന്യകയുടെ സമ്മതം? മൗനമാണ്. ഒരു പെൺകുട്ടി പറയില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കല്യാണം അന്വേഷിക്കാൻ വരുന്ന ഒരു വ്യക്തിയോട് പറയില്ല. പക്ഷേ ഇദ്നുഹ സുംതുഹ, അവളുടെ മൗനമാണ് ആ സമ്മതം. ഇതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സമ്മതമില്ലാതെ ഒരു പെണ്ണിനെയും വിവാഹം ചെയ്യിപ്പിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ബാപ്പ അങ്ങനെ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചപ്പോൾ റസൂൽ അത് വേർപെടുത്തിയിട്ടുണ്ട്. പെണ്ണിന് ഇഷ്ടപ്പെടണം ഭർത്താവിന് തന്നെ അന്വേഷിക്കുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടണം. എന്നാൽ മദ്ഹബ് ഷാഫിയിൽ
ഇമാം ഷാഫി മദ്ഹബുകാരുടെ വിഷയത്തിൽ ഈ വിഷയത്തിൽ കുഴപ്പമില്ല, പെണ്ണിന്റെ സമ്മതം പ്രശ്നമില്ല, ബാപ്പാക്ക് സ്വയം തീരുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അഭിപ്രായവും ശരിയല്ല. എന്തുകൊണ്ടാ? ഷാഫി മദ്ഹബുകാർ ഈ വിഷയത്തിൽ തെളിവ് പിടിച്ച ഒരു ഹദീസുണ്ട്. ആ ഹദീസാകട്ടെ ദുർബലമാണ്. ഇതും ഞാനല്ല പറയുന്നത്, ഷാഫി മദ്ഹബിലെ അഗ്രേസരനായ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയുടെ ശറഹ് എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ വിഷയത്തിൽ എന്തുണ്ട്? ഈ ഹദീസിൽ തുഅനുണ്ട്, കുത്തുണ്ട്. ഹാദൽ ഹദീസ് ലാ മഅനാ ലഹ്. ഈ ഹദീസിൽ എന്തില്ല? ഒരാശയവും ഇല്ല. ഇത് തെളിവുപിടിക്കാൻ പാടില്ല. ഈ ഹദീസ് തെളിവുപിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ സമ്മതമില്ലാതെ മൗന സമ്മതം ഇല്ലാതെ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ സ്വഹീഹായ ഹദീസിൻ്റെ വീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കേണ്ടത്. പറഞ്ഞു വന്നത്, മദ്ഹബിൻ്റെ ഇമാമുകൾ തെറ്റ് ചെയ്തവരല്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ല. അവർ ദീനിന് വേണ്ടി നിർലോഭം പഠിക്കാൻ എത്രയോ മാസങ്ങളോളം യാത്രകൾ ചെയ്തു, കഷ്ടപ്പെട്ടു, അവരെല്ലാം ശേഖരിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇതാ ഞങ്ങൾ ചെയ്ത സേവനം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഫത്വ പറഞ്ഞത്. ഞങ്ങൾ തെളിവ് പിടിച്ച ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് എതിരായിട്ട് വന്നാൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ വിഷയം പറഞ്ഞു. ഞാൻ ഒരുപാട് മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ കണ്ടു. അവരാരും ആ ഇമാമുമാരെ സ്നേഹിക്കാതെ, അവർ തെളിവുപിടിച്ച ആയത്തിനും ഹദീസിലേക്കും പോകാതെ അന്ധമായിട്ട് അനുകരിക്കുന്ന വിഷയത്തിലാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. അതുകൊണ്ട് പാടില്ല. ഈ രാജ്യത്ത് പോലും ഈ മദ്ഹബിൻ്റെ പേരിൽ ലോകത്തൊരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ധമായ മദ്ഹബിൻ്റെ അനുകരണത്തിൻ്റെ പേരിൽ മുൻകാലത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 40ഓളം മദ്ഹബുകൾ ലോകത്തുണ്ടായിരുന്നു. 40-ൽ ചില്ലാനും മദ്ഹബുകൾ ലോകത്തുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ട്, അധികാരത്തിൻ്റെ ശക്തി കൊണ്ട്, ആൾബലത്തിൻ്റെ ശക്തി കൊണ്ട് പല മദ്ഹബുകളെയും അതിജയിച്ചു. ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് നിലവിൽ 4 മദ്ഹബുകൾ ലോകത്തറിയപ്പെടുന്നു. ഈ 4 മദ്ഹബിൻ്റെ ഇമാമുമാർ പരസ്പരം നല്ല ബന്ധമുള്ളവരാ, ആരും ആരെയും കൊച്ചാക്കാത്തവരാ. പക്ഷേ പരിശുദ്ധ കഅബാലയത്തിൽ പോലും ഈ സഊദ് ഭരണകൂടത്തിന് മുമ്പ് കഅബയുടെ 4 മൂലയിലും 4 ജമാഅത്തായിരുന്നു. ആദ്യകാലങ്ങളിൽ സഊദ് ഭരണകൂടം വരുന്നതിന് മുമ്പ് കഅബയുടെ ഒരു മൂലയിൽ ഷാഫി മദ്ഹബുകാർക്ക് പ്രത്യേക ജമാഅത്ത്, ഹനഫി മദ്ഹബിന് പ്രത്യേക ജമാഅത്ത്, ഹംബലി മദ്ഹബിന് പ്രത്യേക ജമാഅത്ത്, മാലിക്കി മദ്ഹബിന് പ്രത്യേക ജമാഅത്ത്. ഒരു മദ്ഹബുകാരൻ മറ്റൊരു മദ്ഹബുകാരനെ തൊടില്ല, അത്രത്തോളം വൈരാഗ്യമുണ്ടായിരുന്നു. അതേപോലെ ഭക്ഷണം കഴിക്കില്ല, കല്യാണം കഴിച്ചു കൊടുക്കില്ല, അല്ലേ? പല രീതിയിലും പ്രിയപ്പെട്ടവരെ ഈ നിലക്ക് പല രീതിയിലും പല വൃത്തികെട്ട ഫത്വകൾ പോലും ഷാഫി മദ്ഹബിനെ കൊച്ചാക്കാൻ ഹനഫി മദ്ഹബുകാരുണ്ടാക്കി, ഹനഫി മദ്ഹബിനെ കൊച്ചാക്കാൻ മറ്റുള്ള മദ്ഹബുണ്ടാക്കി, അല്ലേ? ആ നിലക്കൊക്കെ നായയുടെയും പന്നിയുടെയും അതേപോലെയുള്ള ഫത്വകളൊക്കെ ഓരോ മദ്ഹബിനെ കൊച്ചാക്കാൻ പല മദ്ഹബുകാരും ഉണ്ടാക്കി. ഇമാമുമാരാണോ, പണ്ഡിതന്മാരാണോ? അല്ല. അവരുടെയൊക്കെ ശിഷ്യന്മാരായി പിൽക്കാലത്ത് വന്ന അന്ധമായ തഖ്ലീദുള്ള അനുകരണമുള്ള ആളുകളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മളും സ്വീകരിക്കേണ്ടത് എല്ലാ ഇമാമുമാരും നല്ലവരാ, എല്ലാ ഇമാമുമാരും നമ്മുടെ നേതാക്കന്മാരാ. അവരിലൂടെയാണ് ഈ ദീൻ നമ്മളിലേക്ക് എത്തിയത്. അവരാണ് നമ്മൾക്ക് ഇതൊക്കെ എത്തിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഒരു മദ്ഹബ് മാത്രമേ സ്വീകരിക്കൂ എന്ന ഒരു വാശി നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു വിഷയത്തിൽ, ഇപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയമാണോ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഹദീസിനോട് ഓരോ വിഷയത്തിലും ഏത് മദ്ഹബാണോ യോജിക്കുന്നത് അത് നാം സ്വീകരിക്കുക. ഏത് മദ്ഹബിലാണോ അഭിപ്രായത്തിൽ ഹദീസിനേക്കാൾ എതിരുള്ളത് അത് തൽക്കാലം ആ വിഷയത്തിൽ നാം മാറ്റിവെക്കുക, മറ്റുള്ള വിഷയത്തിൽ സ്വീകരിക്കുക. ആ രീതിയിലാണ് നമ്മുടെ നേതാക്കന്മാർ, ഇമാമുമാർ, മദ്ഹബിൻ്റെ ഇമാമുമാർ നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ നാം അങ്ങനെയാ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാ
കർമ്മങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ സാധിക്കുക, ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക, സുന്നത്തിനോട് പൂർണ്ണമായി കൂറ് പുലർത്താൻ സാധിക്കുക. അതുകൊണ്ട് പഠിക്കുക പ്രിയപ്പെട്ടവരെ. ആ നിലയ്ക്ക് ഖുർആനും സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.